എന്തൊരു കുടിസ് മുറികളാ. അകത്തേക്ക് കേറിയപ്പോഴേ ശ്വാസം മുട്ടുന്ന പോലെ. അവക്ക് അങ്ങനെ തന്നെ വേണം. ആ ഇനി ജീവിതകാലം മുഴുവൻ അമൃത ഇവിടെയല്ലേ കഴിയാൻ പോകുന്നേ. അനുഭവിക്കട്ടെ. വാ. അമ്മയ്ക്ക് ഓർമ്മയില്ലേ മുംബൈയില് അവള് താമസിച്ചിരുന്ന ഫ്ലാറ്റ്? ഞാൻ ആ ഫ്ലാറ്റിൽ പോയിട്ടില്ലെന്നേ ഉള്ളൂ. അമൃതയുടെ റീൽസിലൊക്കെ ആ ഫ്ലാറ്റ് കണ്ടിട്ടുണ്ട്. എന്റെ അമ്മേ, ഒരിക്കൽ ഞാൻ അവിടെ പോയതല്ലേ. എന്തൊരു സൂപ്പർ ഫ്ലാറ്റ് ആയിരുന്നെന്നറിയാമോ? വലിയ മുറികളും ബാൽക്കണിയും. അകത്ത് കേറിയ തന്നെ വേറൊരു ലോക. അമ്മാതിരി സെറ്റപ്പ്. 6 മാസം അവൾ അവിടെ സുഖിച്ച് ജീവിച്ചു. ഓരോ കാര്യത്തിനും ഓരോ ജോലിക്കാര്. പാചകം ചെയ്യാൻ ഒരാള്, വീട് നോക്കാൻ ഒരാള്, തോട്ടം നോക്കാൻ ഒരാള്. എന്തൊരു ജീവിതമായിരുന്നെന്നറിയോ? അവള് മുത്തശ്ശന്റെ കാശ് കുറെ തൊലച്ചതല്ലേ. ഈ കർമ്മ എന്ന് പറയുന്ന സാധനം വെറുതെയൊന്നുമല്ല. അന്നാ ചെയ്തതിനൊക്കെയാ ഇപ്പൊ അവളീ അനുഭവിക്കുന്ന. എന്തായാലും അവളെ നന്നാക്കാൻ അവളുടെ മുത്തശ്ശൻ കൊടുത്ത പണിയുള്ള. വേറെ എന്ത് പണി കൊടുത്താലും അവൾക്ക് ഇത്രയും ഏൽക്കില്ലായിരുന്നു. ഇതൊരു 1.5 പണിയായിപ്പോയി. വാ. ഈ വീട്ടിൽ ഒരാൾക്ക് നേരെ ചൊവ്വെ തിരിഞ്ഞു നിൽക്കാൻ പോലും സ്ഥലമില്ല. ഇവിടെ എന്ത് പ്രൈവസിയാ ഉള്ളത്? എനിക്ക് പ്രൈവസി വേണം, എനിക്ക് പ്രൈവസി വേണം, 24 മണിക്കൂർ എനിക്ക് പ്രൈവസി വേണം. അവൾ അതും പറഞ്ഞ് നടന്നതല്ലേ. ഇവിടെ അവക്ക് പ്രൈവസി കിട്ടിയതുപോലെ തന്നെ. ഈ റൂമിൽ നിന്നൊന്ന് തുമ്മിയാൽ അടുക്കളയിലുള്ളവർ വരെ കേൾക്കും. കുറെ കാലമായിട്ട് അവൾക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നതാ. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ കറക്റ്റായിട്ട് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ മുത്തശ്ശൻ തന്നെ നൈസ് ഒരു പണി അവൾക്ക് കൊടുത്തു. അനുഭവിക്കട്ടെ. അമ്മേ, അമൃതയുടെ കാര്യം ഇനി ഷട്ടർ ഇട്ടതുപോലെ ഇവിടെ കിടന്ന് അവളങ്ങ് നരകിച്ചോളൂ. അമൃതേച്ചി